പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ നടന്ന ഇഡി റെയ്ഡുമായി ബന്ധപ്പെട്ട ആക്രമണത്തിൽ പോലീസ് നടപടി തുടരുകയാണ്. കസ്റ്റഡിയിലുള്ള 6 പേരുടെ കാലാവധി ഇന്ന് കഴിയും. മുൻ കൌൺസിലർ IP ബിനു അടക്കമുള്ള 6 പേരാണ് കസ്റ്റഡിയിലുള്ളത്. ഇവരെ ഇന്നലെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. വിവരങ്ങൾ മേഘ്ന മുരളി നൽകും. മേഘ്ന, ഇനിയും കൂടുതൽ സമയം കസ്റ്റഡി ആവശ്യപ്പെടാൻ സാധ്യതയുണ്ടോ അന്വേഷണ സംഘം? ഗോകുൽ, ഈ 6 പേരെ കസ്റ്റഡിയിലുള്ള 6 പേരുടെയും തെളിവെടുപ്പടക്കം പൂർത്തിയാക്കിയിട്ടുണ്ട്. തെളിവെടുപ്പും ചോദ്യം ചെയ്യലും പൂർത്തിയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കസ്റ്റഡി കാലാവധി കഴിഞ്ഞ് ഇന്ന് തിരികെ റിമാൻഡിലേക്ക് പോകാൻ തന്നെയാണ് സാധ്യതയുള്ളത്. അതിൽ പ്രധാനമായും 25ലധികം ആളുകളാണ് പോലീസ് പിടിയിലാവുകയും അതുപോലെ തന്നെ റിമാൻഡിൽ തുടരുകയും ചെയ്യുന്നത്. അതിൽ 6 പേരെയാണ് കസ്റ്റഡിയിൽ വിടുകയും ചെയ്തത്. ഇന്നലെ IP ബിനു അടക്കമുള്ള മുൻ കൌൺസിലറായിട്ടുള്ള IP ബിനു അടക്കമുള്ളവരുടെ തെളിവെടുപ്പ് പൂർത്തിയായിരുന്നു. ഈ സംഭവ സ്ഥലത്ത് വഴുതക്കാട് പിണറായി വിജയന്റെ വസതിയിലെത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത്. ഇതിൽ IP ബിനു അടക്കമുള്ളവരുടെ കേസ് എന്ന് പറയുന്നത് ED ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കായി എത്തിയപ്പോൾ അവരുടെ വാഹനം ആക്രമിച്ചു, അതുപോലെ തന്നെ അവരുടെ കാഴ്ച മറയ്ക്കും വിധം മുട്ടയെറിഞ്ഞു എന്നുള്ളതാണ് കേസ് വരികയും ചെയ്തത്. അതിൽ ഇപ്പോൾ തെളിവെടുപ്പൊക്കെ പൂർത്തിയാക്കി, ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി, നിലവിൽ അവരെ തിരിച്ച് ഇന്ന് റിമാൻഡിലേക്ക് വിടുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ പോലീസ് നടപടികളും പുരോഗമിക്കുകയാണ്. പോലീസ് 25ലധികം ആളുകളെ നിലവിൽ പിടിച്ചിട്ടുണ്ട്. പക്ഷേ ഇനിയും ആളുകളെ പിടികൂടാനുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സംഭവത്തിൽ നേരിട്ട് പങ്കെടുത്ത 6 പേരെ പിടികൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനിയും ഈ ദൃശ്യങ്ങളടക്കം പരിശോധിച്ച് ഇനിയും ആളുകളെ പിടികൂടാനുണ്ട് എന്നുള്ള കാര്യം കൂടിയാണ് പോലീസ് പറയുന്നത്. അതിനുവേണ്ടിയുള്ള തിരിച്ചറിയലും അതുപോലെ തന്നെ പരിശോധനകളും ഒക്കെ തുടരുകയും ചെയ്യുന്നുണ്ട്. ഈ 6 പേരും ഈ ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്തവരാണ്. ഇവരെയാണ് കസ്റ്റഡിയിൽ വിടുകയും ചെയ്തത്. അവരുടെ തെളിവെടുപ്പടക്കമാണ് ഇന്നലെ പൂർത്തിയായത്. ശരി മേഘ്ന, ഏതായാലും ED ഉദ്യോഗസ്ഥർ അടക്കം EDക്ക് അഭിപ്രായം ഇത് ഉന്നത നേതാക്കളുടെ കൂടി ഗൂഢാലോചനയുണ്ട്, അവരുടെ കൂടി പ്ലാനിംഗ് ഉണ്ട്, ഈ ആക്രമണത്തിനുമില്ലെന്നാണ്. അതിലേക്കൊക്കെ അന്വേഷണം പോകുമോ, കൂടുതൽ നേതാക്കളിലേക്ക് എത്തുമെന്നത് കണ്ടറിയണം. ഏതായാലും പ്രതികളിൽ കസ്റ്റഡിയിൽ വിട്ടവരുടെ കസ്റ്റഡി കാലാവധി ഇന്ന് തീരുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.